വിവാഹത്തിന് പിന്നാലെ ഭർത്താവിൻ്റെ അമിത മദ്യപാനത്തെ തുടർന്ന് ജീവിതത്തിൽ തനിച്ചായ ലത. രണ്ടു മക്കളെയും തോളിലേറ്റി ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ലതയ്ക്ക് ആകെ ഉണ്ടായിരുന്ന ഉപജീവനം കൈത്തറി മാത്രമായിരുന്നു. വേദനയ്ക്കും കണ്ണീരിനുമിടയിൽ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളിലൂടെയുള്ള ലതയുടെ ആ യാത്ര നമുക്കൊന്ന് കണ്ടുവരാം. പത്ത് വരെ പഠിച്ചിട്ട് പിന്നെ തയ്യൽ പഠിക്കാൻ പോയി. പിന്നെ അത് കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഭർത്താവാണെങ്കിൽ ഞങ്ങൾ രണ്ട് കുട്ടികളായ അന്വേഷിക്കുന്ന നോക്കുകയൊന്നുമില്ല. പണ്ട് തയ്യലൊന്നും കിട്ടൂല, ഒരു വർഷത്തിലായിട്ട് 2 തുണി കിട്ടും. അത് പറ്റാത്തോട്ട് നെയ്ത്ത് പഠിക്കാൻ പോയി. 3 മുണ്ടൊക്കെ നെയ്ത് തന്നെയാണ് ഞാൻ മക്കളെ വളർത്തിയത്. 10ാം ക്ലാസ് വരെ ലത പഠിച്ചു. പക്ഷേ സഹോദരി ഗീതയ്ക്ക് അവിടെ വരെ എത്താനായില്ല. സാമ്പത്തികം പ്രതിസന്ധിയായതോടെ പഠനം നിർത്തി ഗീത ചെറിയ പ്രായത്തിൽ തന്നെ കൈത്തറി ഉപജീവന മാർഗമാക്കി മാറ്റി. മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടാൻ ഗീതയ്ക്ക് കഴിഞ്ഞില്ലെങ്കിലും സ്വന്തമായി അധ്വാനിച്ച് തൻ്റെ 2 മക്കൾക്കും മികച്ച വിദ്യാഭ്യാസം നൽകാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ആ കണ്ണുകളിൽ കാണാം. 5 വരെ പഠിച്ചപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ല. അച്ഛൻ കൂലിപ്പണിയായിരുന്നു. അച്ഛൻ അസുഖം ക്യാൻസറൊക്കെ വന്ന് ജോലിക്കൊന്നും പോകാതെ ആയി. ആ കാര്യത്തിനൊക്കെ ബുദ്ധിമുട്ടാകുമ്പോൾ അങ്ങനെ ഇരുന്ന് വലിയമ്മേരെ മോൻ തറിയിട്ട് അവിടെ ചെന്ന് താരിച്ചിട്ടൊക്കെ പഠിച്ച് അവിടെ നിന്ന് നെയ്ത് പൈസയൊക്കെ ഉണ്ടാക്കി. ആ പൈസയൊക്കെയാണ് കല്യാണം വരെ കഴിച്ച് വിട്ടത്. നെയ്ത്തിലൂടെ ജീവിതത്തെ ഒന്ന് പച്ച പിടിപ്പിച്ചു വരുമ്പോഴാണ് ലതയുടെ ജീവിതത്തിലേക്ക് ക്യാൻസർ എന്ന വില്ലൻ അതിഥിയായി എത്തുന്നത്. കീമോയും സർജറിയും റേഡിയേഷനും മരുന്നുകൾക്കുമിടയിലുള്ള ജീവിതത്തെ അതിജീവിച്ച് ലത ഇന്നും നെയ്ത്തിൽ സജീവമാണ്. ഈ ഏപ്രിൽ 26-ാം തീയതി 2 വർഷവും ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് നെയ്യാൻ പറ്റത്തില്ല എന്ന് പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു. അതെൻ്റെ മക്കളെന്നെ രക്ഷപ്പെടുത്തി ഇത്രത്തോളം ആക്കി. എൻ്റെ മക്കളെ ഇതുവരെ പഠിപ്പിച്ചത് ഇത്രത്തോളം ആക്കിയത് എൻ്റെ നെയ്ത്താണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഇത് ഒരു മുക്തയായിട്ടില്ല, എനിക്ക് ഇനിയും നെയ്യണം. ബാലരാമപുരം കൈത്തറി ലോക പ്രശസ്തി ആർജിച്ചതാണ്. ലതയും ഗീതയും പോലുള്ള ആയിരക്കണക്കിന് സ്ത്രീകൾ ചോര നീരാക്കി അധ്വാനിച്ചതിൻ്റെ ഫലം കൂടിയാണത്. സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഈ യാത്രക്കിടയിൽ ക്യാൻസർ പോലും തടസ്സമായിരുന്നില്ല ലതയ്ക്ക്. അതുതന്നെയാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്ന ഓരോ പെണ്ണിൻ്റെയും കരുത്ത്. വീഡിയോ ജേർണലിസ്റ്റ് ഷോ പ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.